കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ കാനഡയ്ക്ക് മുന്നിൽ ഓഫർ വെച്ചിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. വടക്കേ അമേരിക്കൻ രാജ്യമായ കാനഡയെ US-ൽ ലയിപ്പിക്കണമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. കാനഡയെ US-ന്റെ 51ാം സംസ്ഥാനമാക്കാം എന്ന വാഗ്ദാനമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. നേരത്തെ മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. അതും കനേഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. നേരത്തെ US തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിന്നാലെയായിരുന്നു ഇതേ കാര്യം ട്രംപ് പറഞ്ഞിരുന്നത്. ജനപ്രിയത കുറയുകയും ലിബറൽ പാർട്ടിയിൽ നിന്നും ഉയർന്ന സമ്മർദ്ദവും മൂലമാണ് ട്രൂഡോ രാജിവെച്ചത്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും വരെ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരും. ഈ വർഷം അവസാനത്തേക്കാണ് കാനഡയിൽ തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ട്രൂഡോയുമായി ഒട്ടും മികച്ച ബന്ധമല്ല ട്രംപിനുള്ളത്. 2017 മുതൽ 2019 ട്രംപിന്റെ ആദ്യ ഭരണകാലത്തു പോലും ഇരുവരും തമ്മിൽ അത്ര സുഖകരമായ ബന്ധം ഉണ്ടായിട്ടില്ല. നവംബറിലെ തിരഞ്ഞെടുപ്പിന് പിറ്റേന്ന് വിജയിച്ചതിന്റെ ആഡംബര ക്ലബായ മാർ എ ലാഗോയിൽ വെച്ച് നവംബർ 5-നായിരുന്നു ഇത്. പലവട്ടം സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് ഇതേ നിലപാട് ആവർത്തിച്ചിരുന്നു. കാനഡയിലെ നിരവധി ആളുകൾ US-ന്റെ 51ാമത്തെ സംസ്ഥാനമാകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാനഡയ്ക്ക് മുന്നോട്ടു പോകാൻ നൽകുന്ന സബ്സിഡികളും അവരുമായി നടത്തുന്ന ഇടപാടുകളിലെ വ്യാപാര കമ്മിയും US-ന് താങ്ങാനാകുന്നില്ല. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അതറിയാം. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. കാനഡ US-ലേക്ക് ചേർന്നാൽ ഒരു നികുതിയും ഉണ്ടാകില്ല. നികുതികൾ താഴേക്ക് പോകും. റഷ്യ, ചൈന കപ്പലുകൾ സ്ഥിരമായി അവരെ ചുറ്റുന്ന ഭീഷണിയിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാനാകും. ഒരുമിച്ച് നിന്നാൽ എത്ര മികച്ച രാജ്യമായി മാറാം. ട്രൂഡോ രാജിവെച്ചതിനു പിന്നാലെ ട്രംപ് പറഞ്ഞ വാക്കുകളാണ് ഇത്. അതേസമയം ട്രംപിന്റെ നിർദ്ദേശത്തോട് കാനഡ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തെക്കൻ അതിർത്തി വഴി അനധികൃതമായി ആളുകളെ കടത്തിവിടുന്നതും ലഹരിമരുന്ന് കടത്തും അവസാനിപ്പിക്കാൻ കാനഡ തയ്യാറായില്ലെങ്കിൽ 25% നികുതി ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് നടത്തിയിട്ടുണ്ട്. കാനഡയുടെ ഗവർണറെന്ന് വിളിച്ച് ട്രംപ് ട്രൂഡോയെ നിരന്തരം പരിഹസിച്ചിരുന്നു. പാർട്ടിയിലെ ആഭ്യന്തര തർക്കത്തെ തുടർന്നാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് ട്രൂഡോയുടെ രാജിയും. കഴിഞ്ഞ 11 വർഷമായി പാർട്ടിയുടെ നേതാവാണ് ട്രൂഡോ. ഇതിൽ 9 വർഷവും കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. പാർട്ടിയിലെ വലിയൊരു വിഭാഗം എതിരായതോടെയാണ് ട്രൂഡോയുടെ രാജി സംഭവിച്ചത്. കനേഡിയൻ പാർലമെന്റിലെ ലിബറൽ പാർട്ടിയുടെ 153 MPമാരിൽ 131ഓളം പേർ പാർട്ടിക്ക് എതിരാണെന്നായിരുന്നു റിപ്പോർട്ട്. പാർട്ടിയിൽ 20 മുതൽ 23 MPമാരുടെ പിന്തുണ മാത്രമാണ് ട്രൂഡോയ്ക്കുള്ളതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ലിബറൽ പാർട്ടിയുടെ ക്യൂബെക്, ഒന്റാരിയോ, അറ്റ്ലാന്റിക് പ്രവിശ്യകളിലെ പ്രാദേശിക നേതൃത്വം ട്രൂഡോയെ നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുവെന്നും സൂചനകളുണ്ടായിരുന്നു. ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ബുധനാഴ്ച ചേരാനിരിക്കെയായിരുന്നു രാജി.